ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ അകത്ത് വരുന്ന നമുക്ക് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്നുള്ള ഒരു ആക്ടിൻ്റെ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് എന്നാണ് നിലവിൽ വന്നത്, അത് ഒരു പ്രാബല്യത്തിൽ വന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ 1, 1872 അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പം എല്ലാ കോൺട്രാക്റ്റുകളും, അതായത് കരാറുകൾ എല്ലാം, ഏത് കോൺട്രാക്റ്റ് വന്നാലും അതെല്ലാം നമ്മൾ ഈ ഒരു ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ആദ്യമേയൊക്കെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നീട് അതിന്ന് കുറേ സെക്ഷൻസൊക്കെ റിപ്പീൽ ചെയ്യുകയും വേറെ പല സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, അങ്ങനെ പല ആക്റ്റുകൾ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യത്തെ 6 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ ഇത് എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് ഇനി കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ അത് പെർഫോം ചെയ്യും, അതുപോലെ തന്നെ അതിപ്പോൾ പെർഫോം ചെയ്യാതെ വരുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്, ബ്രീച്ച് എന്നൊരു കാര്യം പറയുന്നത്, എന്ന് വെച്ചാൽ കരാറ് ലംഘിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ റെമഡീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിൽ പറയുന്നത്. പിന്നെ റിമൈനിങ് ചാപ്റ്റേഴ്സിൽ നമ്മൾ ചില സ്പെഷ്യൽ കോൺട്രാക്റ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട്. അതായത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ്, പ്ലഡ്ജ്, ഏജൻസി, ഇങ്ങനെ പല സ്പെഷ്യൽ കോൺട്രാക്റ്റുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എന്താണ്, നമ്മൾ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരു കോൺട്രാക്റ്റ്, അതായത് എല്ലാ കോൺട്രാക്റ്റുകളിലും ജനറലായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ആക്ട് ഒരു എക്സോസ്റ്റീവ് എനാക്ട്മെൻ്റ് അല്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ നിയമങ്ങളും അതിൻ്റെ അകത്തില്ല. നമ്മൾ പറഞ്ഞില്ലേ, കുറേ സെക്ഷൻസ് അതിൽ റിപ്പീൽ ചെയ്തിട്ട് വേറെ പല ആക്റ്റുകൾ വന്നിട്ടുണ്ട്. അതായത് പാർട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകൾ, സെയിൽ ഓഫ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടത്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ഇങ്ങനെയുള്ളതൊന്നും ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ അകത്ത് പറയുന്നില്ല. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ പറ്റി അതിനൊക്കെ പ്രത്യേക ഇനാക്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട്, പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പ് ആക്ട് ഉണ്ട്, അങ്ങനെ പല ആക്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ സെക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 2 അകത്താണ് ഇൻ്റർപ്രിട്ടേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മിക്ക ആക്റ്റുകളിലും ഓരോ ടേംസിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ 2 അകത്താണ്. സെക്ഷൻ 2 എന്ന് പറയുന്നത് എപ്പോഴും ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തും നമുക്ക് അതുപോലെ തന്നെ കുറേ ഡെഫിനിഷൻസാണ് ആദ്യം പഠിക്കാനായിട്ടുള്ളത്. 2 എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ്റെ അത് തന്നെ സബ് സെക്ഷൻ J വരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സെക്ഷൻ 2 എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനെ നമ്മൾ സെക്ഷൻ 1 പറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എല്ലാ ആക്റ്റുകളിലും എന്താണ്, സെക്ഷൻ 1 എന്ന് പറയുമ്പം ആ ഒരു ആക്ട് എന്താണെന്ന് പറയുന്നതാണ്. ഈ ആക്ടിനെ നമുക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന് വിളിക്കാൻ പറ്റുമെന്നും അത് എന്നാണ് ഫോഴ്സിലേക്ക് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സെക്ഷനിൽ നമുക്ക് ഡെഫിനിഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ ഡെഫിനിഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് 2 സബ്സെക്ഷൻ A ആണ്. ഇപ്പോൾ 2 സബ്സെക്ഷൻ Aയിൽ എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രപ്പോസൽ എന്താണ് എന്ന് പറയുന്നത് 2 സബ്സെക്ഷൻ Aയിലാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഞാനെന്ന് പറയാം. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിംഗ്നെസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെൻറ്റ് ഓഫ് ദാറ്റ് അതർ ടു സച്ച് ആക്ട് ഓർ അബ്സ്റ്റിനൻസ് ഹി ഈസ് സെഡ് ടു മേക്ക് എ പ്രപ്പോസൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ എക്സാമ്പിൾ വെച്ച് ആലോചിക്കുക. അതായത് എന്നും ബിന്നും 2 പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ വില്ലിംഗ്നെസ് മറ്റൊരാളെ അറിയിക്കുകയാണ്, അതായത് ആ ഒരു ബിയെ അറിയിക്കുകയാണ്. എന്ത് വില്ലിംഗ്നെസ് ആണ്, അയാൾക്ക് എന്തിനുള്ള താല്പര്യമാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും അബ്സ്റ്റെയിൻ, അതായത് തടയാനായിട്ടോ, അങ്ങനെ 2 കാര്യങ്ങളാണ്. ടു ഡു അല്ലെങ്കിൽ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ആ ഒരാളുടെ താല്പര്യം മറ്റൊരാളെ അറിയിക്കുന്നത്, അതായത് എ എന്ന് പറയുന്ന ഒരാൾ ബിയെ അറിയിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അറിയിക്കുന്നത്, ആ ബി എന്ന് പറയുന്ന ഒരാളുടെ അസെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് അയാളുടെ
എന്താണ് കൺസെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ആക്ട് അല്ലെങ്കിൽ ആ ഒരു അബ്സ്റ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരാളുടെ സമ്മതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വില്ലിങ്നെസ് അറിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ എ ബിയോട് അറിയിച്ച് കഴിയുമ്പോൾ എ അവിടെ ഒരു പ്രപ്പോസൽ മേക്ക് ചെയ്തതായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പ്രപ്പോസൽ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കുക. 2 സബ്സെക്ഷൻ എയിലാണ് പ്രപ്പോസൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രപ്പോസൽ തന്നെ നമ്മൾ ഓഫർ എന്നും പറയുന്നത്. ഓഫറും പ്രപ്പോസലും എല്ലാം സെയിം ആണ്. അപ്പോൾ when one person signifies to another his willingness to do or to abstain from doing anything with a view to obtaining the assent of that other to such act or abstinence, he is said to make a proposal. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഒരാൾ അയാളുടെ വില്ലിങ്നെസ് സിഗ്നിഫൈ ചെയ്യാൻ അറിയിക്കുകയാണ് മറ്റൊരാളെ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്. എന്തുദ്ദേശത്തിലാണ്? അതാ പറയുന്നത് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെൻറ്റ്. അത് എന്തുദ്ദേശത്തിലാണ് അങ്ങനെ ചോദിക്കുന്നത്? ആ മറ്റൊരാളുടെ അസെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരാളുടെ അസെൻറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അറിയേണ്ടത്? ആ ഒരാൾ ഉദ്ദേശിക്കുന്ന ആക്റ്റും അബ്സ്റ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട സമ്മതമാണ് അറിയേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അവിടെ ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ മേക്ക് ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റും. അപ്പം ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഡർ നോട്ടീസ് എന്ന് പറയുന്നത് ഒരു ഓഫറായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രപ്പോസലായിട്ടോ നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അതൊക്കെ എന്താണ്? ഒരു ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. എന്ന് പറയുമ്പം കോൺട്രാക്ടേഴ്സിന് ഒരു ടെൻഡർ നോട്ടീസ് കൊടുക്കുന്നത് എന്തിനാണ്? കോൺട്രാക്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇങ്ങനൊരു ടെൻഡർ ഉണ്ട്, അപ്പോൾ അത് കോൺട്രാക്ടേഴ്സിന് വേണമെങ്കിൽ വന്ന് ഓഫർ മേക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഇൻവിറ്റേഷൻ ഫോർ മേക്കിംഗ് ഓഫേഴ്സാണ് ഈ ടെൻഡർ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് കോളിംഗ് ഫോർ ടെൻഡേഴ്സ് എന്നൊക്കെ പറയുന്നതും പ്രപ്പോസലല്ല. അതൊന്നും ഈ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ആ ഒരു മീനിങ്ങിൽ പ്രപ്പോസലിൻ്റെ അകത്ത് വരത്തില്ല. അതൊക്കെ എന്താണ്? ഇൻവിറ്റേഷൻ ടു പ്രപ്പോസലാണ്. പ്രപ്പോസലിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ. അപ്പോൾ അത് ഓർക്കുക. ടെൻഡറും അഡ്വർടൈസ്മെൻറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഒരു ഇൻവിറ്റേഷനാണ്, അല്ലാതെ ഓഫറിൻ്റെ ഡെഫിനിഷനിൽ വരത്തില്ല എന്നുള്ളൊരു കാര്യം. ഇനി ഈ പറയുന്ന ടെൻഡർ സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഹയസ്റ്റ് ബിഡ് എന്ന് പറയുന്നത് കോമ്പിറ്റൻ്റ് അതോറിറ്റി ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് ആ ഒരു അക്സെപ്റ്റൻസ് അയാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ എന്താവുന്നത്? അവിടെ ഒരു കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പാർട്ടീസ് അത് അവിടെ കൺക്ലൂഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺട്രാക്റ്റേ വരത്തില്ല അവിടെ. അപ്പോൾ അത് അത്രയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്കിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് 2 സബ്സെക്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രോമിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പം വെൻ ദ പേഴ്സൺ ടു ഹോം ദ പ്രപ്പോസൽ ഈസ് മെയ്ഡ് സിഗ്നിഫൈസ് ഹിസ് അസെൻറ്റ് ദെയർ ടു ദ പ്രപ്പോസൽ ഈസ് സെറ്റ് ടു ബി ആക്സെപ്റ്റഡ് ആൻഡ് എ പ്രപ്പോസൽ വെൻ ആക്സെപ്റ്റഡ് ബിക്കംസ് എ പ്രോമിസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ എയും ബിയും തന്നെ. എ ബിയുടെ അടുത്തൊരു പ്രപ്പോസൽ മേക്ക് ചെയ്തു. അപ്പോൾ അയാളുടെ വില്ലിങ്നെസ് അറിയിക്കുന്ന രീതിയിൽ ഒരു പ്രപ്പോസൽ മേക്ക് ചെയ്തു. അപ്പോൾ ഈ ബി എന്ത് ചെയ്യാണ്? ബിയുടെ അസെൻ്റായിരുന്നു എക്ക് കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ ആ ബി അതായത് എ പ്രപ്പോസൽ മേക്ക് ചെയ്ത ആളാണ്. എ ആരുടെ അടുത്താണോ പ്രപ്പോസൽ മേക്ക് ചെയ്തത് അതാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബി ആ ഒരു പ്രപ്പോസൽ അയാളുടെ അസെൻ്റ് അറിയിക്കുകയാണ്. അയാൾക്ക് കിട്ടിയ ഒരു പ്രപ്പോസലുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ താല്പര്യം അല്ലെങ്കിൽ അയാളുടെ കൺസെൻറ്റ് അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ അക്സെപ്റ്റഡ് ആകുമ്പോൾ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റഡ് ബിക്കംസ് പ്രോമിസ്. അങ്ങനെയാണ് പറയുന്നത്. അതൊരു പ്രപ്പോസലിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോമിസായിട്ട് മാറും. അപ്പോൾ എ ബിയോടൊരു പ്രപ്പോസൽ മേക്ക് ചെയ്യുന്നു. ബി അപ്പോൾ അയാളുടെ താല്പര്യം അറിയിക്കുകയാണ് ബിയോട്. ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. താല്പര്യം അറിയിക്കുക മീൻസ് അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അല്ലാതെ തിരിച്ചൊരു അങ്ങോട്ടൊരു ഓഫർ വെക്കുകയല്ല. അയാൾ ഇങ്ങോട്ട് എന്ത് ഓഫറാണോ പറഞ്ഞത്, ഇപ്പോൾ എ പറയുവാണ് ഞാൻ എൻ്റെ ഒരു വീട് ഒരു 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പം അതേ വീട് ആ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കൊള്ളാം എന്ന് ബി എ അറിയിക്കുന്നതാണ് അക്സെപ്റ്റൻസ് പറയുന്നത്. അങ്ങനെ അറിയിക്കുമ്പോൾ എന്താണ്, അതൊരു പ്രോമിസായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതാണ് പ്രപ്പോസൽ, പ്രോമിസ്, രണ്ട് ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആകുന്ന എപ്പോഴാണ്, ഈ പറയുന്ന ഓഫർ ആ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ എ ബിയോട് ഒരു ഓഫർ മേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കോൺട്രാക്റ്റ് ആകുന്നില്ല. ബി അത് അക്സെപ്റ്റ് ചെയ്യണം, എങ്കിലേ അവിടെ ഒരു കോൺട്രാക്റ്റ് റൈസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഒരു അക്സെപ്റ്റൻസ് വരുമ്പോഴാണ് അവിടെ ഒരു കോസ് ഓഫ് ആക്ഷൻ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു സ്യൂട്ടൊക്കെ കൊടുക്കണമെങ്കിൽ പോലും ആ ഒരു അക്സെപ്റ്റൻസ് അവിടെ നടക്കണം. അപ്പം ഇവിടെ ഓഫർ മാത്രം മേക്ക് ചെയ്തുകൊണ്ട് എന്തുണ്ടാവത്തില്ല, ഒരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടാവത്തില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ് 2 സബ്സെക്ഷൻ സി എന്ന് പറയുന്നത്. അപ്പോൾ സിയിൽ ഈ പ്രോമിസർ ആരാണ്, അതുപോലെ പ്രോമിസി ആരാണ്, ഇങ്ങനെ 2 ഡെഫിനിഷനാണ് പറയുന്നത്.
അപ്പോൾ അതിൽ ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രപ്പോസൽ ഈസ് കോൾഡ് ദ പ്രോമിസർ. ആ ഒരു പ്രപ്പോസൽ മേക്ക് ചെയ്യുന്ന ആളെയാണ് നമ്മൾ പ്രോമിസർ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം പ്രോമിസി ആരായിരിക്കും? ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എയുടെയും ബിയുടെയും കേസിൽ എ എന്ന് പറയുന്നത് പ്രോമിസറും ബി എന്ന് പറയുന്നത് അവിടുത്തെ പ്രോമിസിയുമാണ്. അങ്ങോട്ട് ഒരു പ്രപ്പോസൽ മേക്ക് ചെയ്യുന്ന ആളാണ് പ്രോമിസർ, ആൻഡ് ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് പ്രോമിസി എന്ന് പറയുന്നത്. സോ ആ സെക്ഷൻ ക്ലിയർ ആണല്ലോ, 2 സബ്സെക്ഷൻ സി എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് 2 സബ്സെക്ഷൻ ഡിയിൽ പറയുന്നതാണ് കൺസിഡറേഷൻ എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവിടെ നമുക്ക് കൺസിഡറേഷൻ്റെ ഡെഫിനേഷൻ കുറച്ച് വലുതാണ്, നമുക്ക് കട്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ആ ഡെഫിനേഷൻ ആദ്യം ഒന്ന് പറയാം. വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ് ഓർ ഡസ് ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് ഓർ promises to do or abstain from doing something, such act or abstinence or promise is called the consideration for the promise. അവിടെ എന്താ പറയുന്നത്? പ്രോമിസറിൻ്റെ താല്പര്യത്തിൽ പ്രോമിസിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാളോ, ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് നമ്മൾ കട്ട് ചെയ്ത് പഠിക്കുന്നത്. ഫസ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ് എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്, ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ് എന്നുള്ളത്. രണ്ടാമത്തത് എന്താ പറയുന്നത്? ഡസ് ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് എന്ന് പറയുമ്പോൾ പ്രസൻ്റ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഓർ പ്രോമിസസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്. പ്രോമിസസ് ടു ഡു എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് കൺസിഡറേഷൻ തന്നെ അവിടെ പറയുന്നുണ്ട്. പാസ്റ്റ് കൺസിഡറേഷനും ഉണ്ട്, അല്ലാതെ പ്രസൻറ്റ് കൺസിഡറേഷനും ഉണ്ട്, ഫ്യൂച്ചർ കൺസിഡറേഷനും ഉണ്ട്. അപ്പം ഇങ്ങനെ 3 കാര്യങ്ങളാണ് ആ ഒരു ഡെഫിനിഷൻ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ആക്റ്റോ അല്ലെങ്കിൽ ഒരു അബ്സ്റ്റനൻസോ അല്ലെങ്കിൽ ഒരു പ്രോമിസോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള 3 കണ്ടീഷൻ വരുമ്പം അതിനെ നമുക്കവിടെ ആ ഒരു പ്രോമിസിന് വേണ്ടിയിട്ടുള്ള കൺസിഡറേഷൻ ആണെന്ന് പറയാം. സപ്പോസ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നോക്കുക. എയും ബിയും തമ്മിൽ, ഇപ്പോൾ എ ബിയോട് പറയുകയാണ് എൻ്റെ ഒരു വീട് ഞാൻ 10 ലക്ഷം രൂപ തരുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് 10 ലക്ഷം രൂപ തരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീട് തരാം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ബി അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺട്രാക്റ്റ് ആവുകയാണ്. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്താണ്? ആ 10 ലക്ഷം രൂപ എന്നുള്ളതാണ്. ബിക്ക് കിട്ടുന്ന കൺസിഡറേഷൻ എന്താണ്? ആ ഒരു വീടെന്നുള്ളതാണ് ബിയുടെ കൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ 2 പേർക്കും ആ ഒരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇവിടെ പാസ്റ്റ് കൺസിഡറേഷൻ എന്താണ്? ഓൾറെഡി എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്ര രൂപ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് അവരൊരു പ്രോമിസ് ചെയ്യുകയാണ്. ഇപ്പം 5 ലക്ഷം കൊടുത്തു, ബാക്കി 5 ലക്ഷം പിന്നെ തരാം. അപ്പോൾ അതൊക്കെ ഒരു പ്രോമിസാണ്. അതാണ് ഫ്യൂച്ചർ കൺസിഡറേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഏത് വന്നാലും, ഇപ്പം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഡസ് ഓർ അബ്സ്റ്റെയിൻസ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ പ്രോമിസസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ആണെങ്കിലും, ഇതെന്താണെങ്കിലും എന്താണ്? ഇതെല്ലാം കൺസിഡറേഷൻ അണ്ടറിൽ വരുന്ന ടേംസാണ്. അപ്പം ഇതാണ് കൺസിഡറേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ പറ്റി പറയുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് 2 സബ്സെക്ഷൻ ഇ നോക്കാം. അപ്പോൾ എ ബി സി ഡി വരെ നമ്മൾ പറഞ്ഞു. എ എന്ന് പറയുമ്പോൾ പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ, ബി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രോമിസ് എന്താണ്, സി എന്ന് പറയുമ്പോൾ പ്രോമിസർ ആരാണ്, പ്രോമിസി ആരാണെന്നുള്ള ഡെഫിനേഷനാണ്. ദെൻ ഡി എന്ന് പറയുമ്പോൾ എന്താണ്? കൺസിഡറേഷൻ എന്താണെന്നുള്ളതായിരുന്നു. ഇനി 2 സബ്സെക്ഷൻ ഇ എന്ന് പറയുമ്പം എഗ്രിമെൻ്റ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓർത്തൊക്കെ, എഗ്രിമെൻ്റ് ഏത് സെക്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സബ്സെക്ഷൻ ഇയിലാണത് ഡിഫൈൻ ചെയ്യുന്നത്. അതെന്താണ് ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ എവറി പ്രോമിസ്, every set of promises forming consideration for each other is an agreement. അപ്പം എല്ലാ പ്രോമിസുകളും, അതായത് എവറി പ്രോമിസ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോമിസാകാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രോമിസുകളും, അത് അവിടെ ഒരു കൺസിഡറേഷനും, അതായത് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു വീട് കിട്ടുന്നതാണെങ്കിലും ആ ഒരു 10 ലക്ഷം കിട്ടുന്നതാണെങ്കിലും 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു കൺസിഡറേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊരു പ്രോമിസിലേക്ക് അവർ തമ്മിലുള്ള എല്ലാ പ്രോമിസുകളെയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അവിടെ ഒരു എഗ്രിമെൻ്റ് അവിടെ ഉണ്ടായി എന്ന് പറയാനായിട്ട് പറ്റും. അതാണ് എഗ്രിമെൻറ്റിൻ്റെ ഡെഫിനിഷൻ. ഇനി 2 സബ്സെക്ഷൻ എഫിൻ്റെ അകത്താണ് റെസിപ്രോക്കൽ പ്രോമിസസ് എന്താണെന്ന് പറയുന്നത്.
അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ പ്രോമിസസ് വിച്ച് ഫോം ദ കൺസിഡറേഷൻ ഓർ പാർട്ട് ഓഫ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. അതായത് റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ മനസ്സിലാക്കേണ്ടത്, അങ്ങോട്ടൊരു പ്രോമിസ് വെക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടും ഒരു പ്രോമിസ് വെക്കുകയാണ്. അതാണ് റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം ഓർത്ത് വെക്കുക. റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോമിസസ് വിച്ച് ഫോം ദ കൺസിഡറേഷൻ ഓർ പാർട്ട് ഓഫ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ആർ കോൾഡ് റെസിപ്രോക്കൽ പ്രോമിസസ്. ഇനി 2 സബ്സെക്ഷൻ ജിയിലാണ് അതിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എഗ്രിമെൻറ്റിന് നമ്മൾ വോയിഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ആൻഡ് എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് സെറ്റ് ടു ബി വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എഗ്രിമെൻറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു 2 സബ്സെക്ഷൻ ഇക്കകത്ത്. ആ ഒരു എഗ്രിമെൻറ്റ് നിയമപ്രകാരം നമുക്ക് നടപ്പിലാക്കാൻ പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിനെ എന്തെന്ന് വിളിക്കാം, വോയിഡാണ്, അത് അസാധുവാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ അടുത്ത ഡെഫിനിഷൻ നോക്കുക, 2 സബ്സെക്ഷൻ എച്ച്. നമുക്ക് കോൺട്രാക്റ്റായിട്ട് ബന്ധപ്പെട്ടൊരു എന്ത് കാര്യം പറയുമ്പോഴും ഫസ്റ്റ് അറിയേണ്ട ഡെഫിനിഷനാണ് 2 സബ്സെക്ഷൻ എച്ചിലുള്ള കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് 2 സബ്സെക്ഷൻ എച്ചിലാണ്. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. ലോ വഴി എൻഫോഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന, അതായത് നിയമപ്രകാരം നമുക്ക് അതിനെ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ആ ഒരു ഡെഫിനിഷൻ, അതായത് 2 സബ്സെക്ഷൻ എച്ചിൽ പറയുന്ന ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് എഗ്രിമെൻറ്റ് എന്നുള്ളത്. അപ്പോൾ എഗ്രിമെൻറ്റ് എന്താണ്, 2 സബ്സെക്ഷൻ ഇയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, എവറി പ്രോമിസ്, എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെൻറ്റ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത്രയാണ് ആ ഒരു 2 സബ്സെക്ഷൻ എച്ച് വരെയാണ് കോൺട്രാക്റ്റിൻ്റെ കാര്യങ്ങൾ. ഇനി ആ ഒരു കോൺട്രാക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് 2 സബ്സെക്ഷൻ എച്ചിലാണ്. ഇനി ഇതിൽ തന്നെ ഇപ്പം ഒരു പ്രോമിസറി എസ്റ്റപ്പലിൻ്റെ ക്വസ്റ്റ്യൻ ഒരു കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരത്തില്ല. അപ്പോൾ ഈ പ്രോമിസറി എസ്റ്റപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരാൾ ഒരു കാര്യം അതായത് എഗ്രി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു പ്രോമിസിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രോമിസ് കൊടുത്ത ആൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റത്തില്ല. അതാണ് ഈ പ്രോമിസറി എസ്റ്റപ്പൽ എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരാൾ ഒരു പ്രവൃത്തി ചെയ്തതെങ്കിൽ, അപ്പോൾ അതാണ് പ്രോമിസറി എസ്റ്റപ്പൽ. അപ്പോൾ അത് ഇവിടെ ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെ വരുമെന്ന് പറയുമ്പം, ഈ ഒരു പ്രോമിസറി എസ്റ്റപ്പൽ എന്ന് പറയുന്നത് അവിടെ ഒരു റൂൾ ഓഫ് ഇക്വിറ്റിയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് റിലേഷനാണ്, കോൺട്രാക്ച്വൽ റിലേഷനാണ്. ഇപ്പോൾ പ്രോമിസറി എസ്റ്റപ്പൽ എന്തായിരിക്കും, ഒരാൾ ജസ്റ്റ് ഒരു വാക്കാൽ പറഞ്ഞ കാര്യമായിരിക്കും, ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റൊരാൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നത്. പക്ഷേ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോൺട്രാക്ച്വൽ, ഒരു കരാറ് പ്രകാരമുള്ള റിലേഷൻഷിപ്പ് ആ പാർട്ടീസ് തമ്മിൽ അവിടെ ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പം ലോ ഓഫ് കോൺട്രാക്റ്റ് വഴിയായിരിക്കും അവരെ ഗവേൺ ചെയ്യുന്നത്. അതുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലോ ഓഫ് കോൺട്രാക്റ്റ് ആയിരിക്കും അതിനെ ഗവേൺ ചെയ്യുന്നത്. അതേസമയം ഈ ഒരു കോർട്ട് ഓഫ് ഇക്വിറ്റിയിലാണ് ഈ ഒരു പ്രോമിസറി എസ്റ്റപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. കോമൺ ലോ കോർട്ടിലായിരിക്കും ഈ ഒരു കോൺട്രാക്റ്റുമായിട്ടുള്ള ലോ ആപ്ലിക്കബിൾ ആകുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. പ്രോമിസറി എസ്റ്റപ്പലും ഈ ഒരു നമ്മുടെ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പും വെച്ച് വരുന്നൊരു കാര്യം. ഇനി അത് കഴിഞ്ഞ് അടുത്ത ഡെഫിനിഷൻ നോക്കാം, 2 സബ്സെക്ഷൻ ഐ എന്ന് പറയുന്നത്. അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, an agreement which is enforceable by law at the option of one or more of the parties thereto but not at the option of the other or others is a voidable contract. അപ്പോൾ voidable contract എന്താണെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പം ലോ വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. എപ്പോഴാണ്, അതിൽ ഏതെങ്കിലും ഒരു പാർട്ടീസിൻ്റെ സമ്മതത്തോടുകൂടി, അതായത് അത് വോയിഡുമാകാം വാലിഡുമാകാം. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പാർട്ടീസിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അവർക്ക് തീരുമാനിക്കാം ഇത് വോയിഡ് ആക്കണോ വാലിഡ് ആക്കണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ നമുക്ക് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റും. ഇനി ഒരു കോൺട്രാക്റ്റ്, അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ ഡെഫിനിഷനിലൊക്കെ എന്താണ്, എഗ്രിമെൻ്റ് ആയിരുന്നു. എഗ്രിമെൻ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്നായിരുന്നു പറഞ്ഞത്, അല്ല കോൺട്രാക്റ്റ് എന്നല്ല. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കോൺട്രാക്റ്റ്, അതാണ് 2 സബ്സെക്ഷൻ ജി പറയുന്നത്. ഒരു കോൺട്രാക്റ്റ് അത് ലോ വഴി എൻഫോഴ്സിബിൾ ആയിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ലോ വഴി എൻഫോഴ്സിബിൾ ആകുന്നത് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നതെന്ന് പറയുമ്പം എപ്പോൾ അത് എൻഫോഴ്സിബിൾ ആകുന്നത് നിൽക്കുന്നോ ആ സമയം അത് വോയിഡായിട്ട് മാറും. അതാണ്
2 സബ്സെക്ഷൻ ജെയിൽ പറയുന്ന കാര്യം. അപ്പോൾ ഇത്ര ഓർക്കുക. നമുക്ക് 2 എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ക്ലോസിനകത്ത് സബ്സെക്ഷൻ ജെ വരെയാണ് പഠിക്കാനുള്ളത്. 2 സബ്സെക്ഷൻ എക്കകത്ത് പ്രപ്പോസൽ ഓർ ഓഫർ, ദെൻ ബിക്കകത്ത് പ്രോമിസ് എന്താണ്, സിക്കകത്ത് പ്രോമിസർ ആരാണ്, പ്രോമിസി ആരാണ്, അതുപോലെ ഡിയിലെ കൺസിഡറേഷൻ, ഇക്കകത്ത് എഗ്രിമെൻ്റ് എന്താണ്, എഫിൻ്റെ അകത്ത് റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ ജി എന്ന് പറയുമ്പം ലോ വഴി എൻഫോഴ്സിബിൾ അല്ലാത്ത എഗ്രിമെൻറ്റിനെ നമ്മൾ വോയിഡ് എന്ന് വിളിക്കുന്നു. ദെൻ എച്ച് പറയുന്നത് ലോ വഴി എൻഫോഴ്സിബിൾ ആകുന്നതിനെ നമ്മൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുമെന്നും. ഐ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, വോയിഡബിൾ കോൺട്രാക്റ്റ് എന്താണ്, അപ്പം അത് വോയിഡും ആകാം വാലിഡും ആകാം, അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടീസ് ദെയർ ടു, അതാണ് പറയുന്നത്. ദെൻ ജെ എന്ന് പറയുന്ന സബ്സെക്ഷനിൽ എന്തായിരുന്നു, ഒരു കോൺട്രാക്റ്റ് അത് എൻഫോഴ്സിബിൾ ആണ് ലോ വഴി. കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, എൻഫോഴ്സിബിൾ ആയിട്ടുള്ളതിനായിരിക്കും നമ്മൾ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് എപ്പം എൻഫോഴ്സിബിൾ ആകുന്നത്, ലോ വഴി നിയമപ്രകാരം നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെപ്പോൾ അങ്ങനെ നിൽക്കുന്നു, അതായത് അത് പിന്നെ നടപ്പിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം എത്തുന്നു, ആ ഒരു സമയത്ത് തന്നെ അതെന്തായിട്ട് മാറും, വോയിഡായിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു 2 എന്ന് പറയുന്ന സബ്സെക്ഷൻ്റെ അകത്ത്, ആ ഒരു സെക്ഷൻ്റെ അകത്ത് സബ്സെക്ഷൻസ് ജെ വരെ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ആ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ക്ലോസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിതിൻ്റെ ബാലൻസ് ഇനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.